ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തൂ എന്ന് കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു, ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ല, മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ വരാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി നൽകുന്നുണ്ട്. വിപിൻ സി വിജയൻ തുടരുന്നു. വിപിൻ, നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൽ പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്യണോ എന്നത് പോലീസിന് തീരുമാനിക്കാം, 2 ആഴ്ചയിലൊരിക്കൽ അത് സമർപ്പിക്കണം എന്നതുൾപ്പെടെ എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? അനുജ, അല്പസമയത്തിനകം തന്നെ DGP ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ പരാതികളിൽ പല പരാതികൾ എത്തിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്യണമോ എന്നത് പോലീസ് മേധാവിക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ SITയുടെ അന്വേഷണത്തിൽ അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. അതിൽ സുതാര്യത വേണം, ഒപ്പം തന്നെ അതിനൊരു രഹസ്യ സ്വഭാവം വേണം. മാധ്യമങ്ങളുമായിട്ട് ഇതിന്റെ വിവരങ്ങൾ കൈമാറാൻ പാടുകയില്ല. ഒപ്പം ഒരു 1.5 മാസമാണ് ഈ ഒരു അന്വേഷണ കാലാവധിയായി നൽകിയിരിക്കുന്നത്. 6 ആഴ്ചത്തെ സമയം. ഈ 6 ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ പുരോഗതി അറിയിക്കണം, മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കരുത്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. തിരിമറി നടന്നു എന്ന് വ്യക്തം എന്നുള്ളത് കോടതി തന്നെ പറയുമ്പോൾ വളരെ ഗൗരവത്തോട് കൂടി തന്നെ ഇത് ഹൈക്കോടതിയും ഈ കേസ് എടുക്കുന്നു, ഇത് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനം. ഈ സ്വർണ്ണപ്പാളി ആയിരുന്നത് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയ സമയം, അതിൽ ചെമ്പുപാളി എന്ന അതാണ് ചെമ്പുപാളി എന്ന് അടയാളപ്പെടുത്തിയതിലൊക്കെ ദുരൂഹതയുണ്ട് എന്നത് കോടതി പറയുകയാണ്. വിഷ്ണു സുരേഷ് കൂടിയുണ്ട് കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇതിൽ ചെമ്പുപാളി എന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതി വെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നു. അപ്പം വാതിൽപ്പാളിയിലെ സ്വർണം മങ്ങിയതിൽ സംശയം, സ്മാർട്ട് ക്രിയേഷൻസിന് വിമർശനം, ശരിയായ സാങ്കേതിക വിദ്യ അല്ല അവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ സാഹചര്യം എന്താണ്? കൂടുതലായി കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ? കൂടുതൽ സ്വർണം തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നതുമൊക്കെ, സ്വർണം മിച്ചം വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി കോടതി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അനുജ, വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, വിജിലൻസ് റിപ്പോർട്ടിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് തിരിമറി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് കോടതി പറയുന്നു. 2019 ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അതെന്തുകൊണ്ട് ചെമ്പുപാളി, അതായത് സ്വർണം പൂശിയ ദ്വാരപാലക പാളിയാണ് അവിടെ ഉണ്ടായിരുന്നത്, അതെന്തുകൊണ്ട് സ്വർണ്ണപ്പാളി എന്ന് എഴുതി നൽകി, അതിൽ ദുരൂഹതയുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നു. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ ആദ്യം എത്തിച്ചത് അത് സ്വർണ്ണപ്പാളിയാണ്. പക്ഷേ അവിടെ സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുപോയി മറ്റൊരു പാളി തിരികെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി അതിലടക്കം വിശദമായ അന്വേഷണം നടത്തണം, സ്മാർട്ട് ക്രിയേഷൻസിന്റെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തണം ഒരിക്കൽ കൂടി എന്ന് ഒരുപക്ഷെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കേസ് ഏറ്റെടുക്കുകയാണ്. അതിനും കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി, ഒപ്പം മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്ന് പറയുന്നു. ഈ കേസിൽ അതായത് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇൻ റിട്ടേണായി DGPക്കൊക്കെ പരാതി ലഭ്യമായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ വേറെ അതായത് പ്രത്യേകം കേസുകളായി രജിസ്റ്റർ ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് DGPയാണ്. DGPയെ കൂടി ഇതുമായി ബന്ധപ്പെട്ട കക്ഷി ചേർത്തിട്ടുണ്ട്. ഇന്ന് ഈ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന എസ് ശശിധരൻ നേരിട്ടാണ് ഹൈക്കോടതിയിൽ. ഇതിലൊരു കാര്യം അറിയാനുള്ളത് വിഷ്ണു, ഈ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പേരെടുത്ത് പറയുന്നത് ആരുടെയൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി ഉണ്ട് എന്നത് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം മറ്റു പേരുകൾ എടുത്ത് പറയുന്നുണ്ടോ വിഷ്ണു? അനുജ, അവിടെ നിന്ന് ഈ 2019 ഇത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് മുരാരി ബാബു അടക്കമുള്ള ആളുകളുടെ പേരുകളാണ് ഇന്ന് കോടതി എടുത്തു പറഞ്ഞത്. 2019 ഈ സ്വർണ്ണ ദ്വാരപാലക പാളി അത് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോകുമ്പോൾ അതെല്ലാം ഈ മെഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേരുകളിൽ ഒന്ന് അവിടുത്തെ തന്ത്രി, മേൽശാന്തി, ദേവസ്വം വാച്ചർ, അതോടൊപ്പം തന്നെ അവിടുത്തെ ഗാർഡ് മുരാരി ബാബു, ഈ പേരുകളാണ് അന്ന് ആ മെഹസറിൽ ഉണ്ടായിരുന്നത്. ഇത് ഇളക്കിക്കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അതാണെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇവരുടെ സാന്നിധ്യത്തിൽ അത് ഇളക്കിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടുപോകുമ്പോൾ ഇവരത് അറിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പേരുകൾ പരാമർശിച്ചിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കോടതി വിലയിരുത്തുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് ചെമ്പുപാളി എന്ന് എഴുതി രേഖപ്പെടുത്തി വിട്ടത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം സ്വർണ്ണപ്പാളിയാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായ സാധനം, അതെങ്ങനെയാണ് പിന്നീട് ചെമ്പുപാളിയായി മാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ ആദ്യം എത്തിച്ചത് സ്വർണ്ണപ്പാളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ അത് അവിടെ സ്വർണം
സ്വർണം വേർതിരിച്ചെടുക്കുന്നതിൽ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് എത്തിച്ചത് ആണ് ഈ പറയുന്ന ചെമ്പുപാളി. ആ ചെമ്പുപാളിയിലാണ് അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് പിന്നെ വർക്ക് നടത്തിയത്. അതിൽ ഏകദേശം ഞാൻ വിഷ്ണുവിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.